ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. അനന്തരം സാത്താൻ ഇസ്രായേലിനെതിരായി എഴുന്നേറ്റു ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനേക സഹോദരങ്ങൾ ചില സന്ദർഭങ്ങളിൽ ദൈവഹിതമെന്തെന്നറിയുവാൻ കൂട്ടാക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ആ തീരുമാനങ്ങൾ എടുക്കുവാൻ സാത്താനാണ് തങ്ങൾക്ക് പ്രേരണ നൽകുന്നതെന്ന് പലരും മനസ്സിലാക്കാറില്ല. മാനുഷിക ബുദ്ധിയിൽ നല്ലതെന്ന് തോന്നിക്കുന്ന ആലോചനകൾ പൊന്തിവരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അവയെ സമർപ്പിക്കാതെ തങ്ങൾ എന്തു തീരുമാനിച്ചിരുന്നാലും അവയ്ക്ക് ദൈവത്തിന്റെ അംഗീകാരമുണ്ടെന്ന് കരുതി അവ നടപ്പിലാക്കുമ്പോൾ ദൈവകോപത്തിനും സാത്താന്റെ വിജയത്തിനും അത് വഴിയൊരുക്കുന്നു. അമ്മോന്യരെ തോൽപ്പിച്ച് രബ്ബയെ പിടിച്ചടക്കി ദാവീദ് അവരുടെ രാജാവിന്റെ രത്നങ്ങൾ പതിച്ച സുവർണ കിരീടമണിഞ്ഞപ്പോൾ തനിക്ക് ആ വലിയ വിജയം നൽകി ഉയർത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്താതെ തന്റെ രാജ്യത്തിന്റെ പ്രതാപവും മഹത്വവും സൈന്യബലവും കാട്ടുവാൻ ഇസ്രായേലിന്റെ പ്രജകളെ എണ്ണുവാൻ ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചത് സാത്താനായിരുന്നു. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദാവീദ് ഇസ്രായേലിനെ എണ്ണുവാൻ തുടങ്ങിയത് ദൈവത്തിന്റെ കോപത്തെ ജ്വലിപ്പിച്ചു. ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, എന്നാൽ അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ എന്ന് ദാവീദ് ദൈവത്തോട് നിലവിളിച്ചുവെങ്കിലും യഹോവ ഇസ്രായേലിൽ പകർച്ചവ്യാധി അയച്ചു. ഇസ്രായേലിൽ 70,000 പേർ വീണുപോയി. 1 ദിനവൃത്താന്തങ്ങൾ 21:8-14. ദൈവത്തിന്റെ പൈതലേ, നിന്നെ അനുദിനം വഴി നടത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാതെ ദൈവഹിതമെന്തെന്നാരായുവാൻ കൂട്ടാക്കാതെ പലപ്പോഴും നിന്റെ ബുദ്ധിയിലും യുക്തിയിലും നീ എടുക്കുന്ന തീരുമാനങ്ങൾ സാത്താന്റെ പ്രേരണയിലാണെന്ന് നീ മനസ്സിലാക്കുമോ? അങ്ങനെയുള്ള തീരുമാനങ്ങൾ ദൈവകൃപയിൽ നിന്ന് നിന്നെ അകറ്റുകയും ദൈവകോപത്തിന് പാത്രമാക്കുകയും ചെയ്യുമെന്ന് നീ ഓർക്കുമോ? നിന്റെ ആഗ്രഹങ്ങളും ആലോചനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നീ തീരുമാനിക്കുമോ? പരിപാവന